So we will move on. നമ്മള് അടുത്ത സ്റ്റോറി ഓക്കെ. ഞാൻ മലയാളത്തിൽ പറയില്ല എന്ന് പറഞ്ഞത് നിങ്ങളുടെ ചില പെർഫോമൻസസ് ഒക്കെ വാട്സാപ്പിൽ കണ്ടിട്ട് നിങ്ങളൊക്കെ നല്ല ലിറ്റററി മലയാളം പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നരേറ്റ് ചെയ്യാനുള്ള ഒരു മടി കാരണം എനിക്ക് സ്പോക്കൺ മലയാളം നന്നായിട്ട് അറിയാം. വീട്ടിൽ ഞാൻ ബാംഗ്ലൂരിലാണ് ഫുൾ ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെ. അപ്പം പേരൻസിൻ്റെ കൂടെയൊക്കെ മലയാളം പറയുമെങ്കിലും അങ്ങനെ ലിറ്ററേച്ചർ വായിച്ചിട്ടുള്ള നല്ലൊരു വൊക്കാബുലറി ഒന്നും പറയാൻ പറ്റില്ല. അത് കാരണം ഒരു കിച്ചടി മലയാളം ഇംഗ്ലീഷിലൊക്കെ പറയാം. കുഴപ്പമില്ല. കടലായ ക്ലാസ്സില് ഞങ്ങൾ എല്ലാ തരം സ്റ്റോറി ടെല്ലേഴ്സിന്റെ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യും. ഇറ്റ് ഇസ് നോട്ട് അബൌട്ട് എന്താ പറയാ ഭയങ്കര സാഹിത്യത്തിൽ മലയാളം പറയണം എന്നല്ല. അല്ല, എന്നാലും എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റിയിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു. ആക്ച്വലി എനിക്ക് മലയാളം മെല്ലെ കൂട്ടി വായിക്കാനൊക്കെ അറിയാം. പക്ഷെ എന്നാലും ബുക്സ് ഒന്നും വായിക്കാനുള്ള ഒരു സ്പീഡില്ല. അതിന്റെ ഒരു വിഷമമുണ്ട്. സോ എനിവേ, ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഫീമെയിൽ ഓഥർ ഫ്രോം അമേരിക്കൻ ഫീമെയിൽ ഓഥറിന്റെ സ്റ്റോറിയാണ്. എനിക്ക് വലിയ ഇഷ്ടമുള്ള ഒരു സ്റ്റോറിയാണ്. ഞാനൊരു കോളേജ് പ്രൊഫസറാണ്. അപ്പം ഞാൻ സ്റ്റുഡൻസിനെയൊക്കെ ഷോർട്ട് സ്റ്റോറി റൈറ്റിംഗ് പഠിപ്പിക്കുമ്പം ഈ സ്റ്റോറി ഒരു എക്സാമ്പിളായിട്ട് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ടൈറ്റിലാണ് സ്റ്റോറി ഓഫ് ആൻ അവർ. 1 മണിക്കൂറത്തെ സംഭവങ്ങളാണ് സ്റ്റോറിയിൽ. ഓഥർ കേറ്റ് ഷോപ്പാൻ എന്ന് പറഞ്ഞ ഒരു ഓഥറാണ്. മിസ്സിസ് ലൂയിസ് മാലേർഡ് എന്നാണ് നമ്മൾ പ്രൊട്ടാഗനിസ്റ്റിന്റെ പേര്. ലൂയിസ മാലേർഡിന് ഒരു ചെറിയ ഹാർട്ട് പ്രോബ്ലം ഉണ്ടായിരുന്നു. അത് കാരണം ഒരു പെർട്ടിക്കുലർ ന്യൂസ് അവരോട് അറിയിക്കാനായിട്ട് സിസ്റ്ററും ഹസ്ബൻഡിന്റെ ഫ്രണ്ടൊക്കെ വളരെ മടിച്ചിങ്ങനെ നിൽക്കുകയായിരുന്നു. എങ്ങനെയാ പറയുക ഈ സ്ത്രീയുടെ, അവരെ ഹാർട്ട് വളരെ വീക്കാണ്. സോ സ്ലോലി സിസ്റ്റർ ജോസഫീൻ മെല്ലെ അവിടെ ഇവിടെ തൊടാതെ ഇങ്ങനെ ന്യൂസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ന്യൂസ് എന്തായിരുന്നു? ലൂയിസാസ് ഹസ്ബൻഡ് Mr. Mallard died in a train accident. He was involved in a train accident. The friend Richard had heard this news in the newspaper office. പക്ഷെ എന്നാലും ഇത്ര സീരിയസ് ന്യൂസ് ആയതുകൊണ്ട് അയാൾ ഒരിക്കൽ കൂടെ ടെലിഗ്രാമിൽ നിന്ന് ആ ന്യൂസ് കൺഫേം ചെയ്യുന്നതിന് വെയിറ്റ് ചെയ്തു. അതിനുശേഷം വീട്ടിൽ വന്ന് സിസ്റ്ററിനോട് പറഞ്ഞത്, പ്ലീസ് ടെൽ ഹർ ജെന്റ്ലി, ഹസ്ബൻഡിന്റെ പേര് ആ ലിസ്റ്റിൽ ആദ്യം തന്നെ വരുന്നത്. ഹീസ് ദ ഫസ്റ്റ് വിക്ടിം. മെനി പീപ്പിൾ ഡൈഡ് ഇൻ ദ ട്രെയിൻ ആക്സിഡന്റ് ആൻഡ് ഹീസ് ഡെഫിനറ്റ്ലി വൺ ഓഫ് ദം. പ്ലീസ് ടെൽ ഹർ ജെന്റ്ലി ബിക്കോസ് ഷീ ഹാസ് എ വീക്ക് ഹാർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ സിസ്റ്റർ ഇങ്ങനെ കഷ്ടപ്പെട്ട് ന്യൂസ് അറിയിച്ചു. ഫൈനലി ലൂയിസയ്ക്ക് മനസ്സിലായി ഹസ്ബൻഡ് മരിച്ചു, ഇതാണ് ന്യൂസ്. സാധാരണ ഒരു വൈഫ് ഇങ്ങനത്തെ ന്യൂസ് ഒക്കെ കേട്ട സാധാരണ സ്ത്രീകൾ എന്താ ചെയ്യുക? വളരെ സ്റ്റണ്ടായി പോവും, ടോട്ടലി അൺബിലീവിങ്, അല്ലെങ്കിൽ അങ്ങ് പാരലൈസ്ഡ് ആയി പോവും. അങ്ങനെയൊന്നുമല്ല. ലൂയിസ ഇമ്മീഡിയറ്റ്ലി അങ്ങ് പൊട്ടിക്കരഞ്ഞു, വല്ലാണ്ട് കരഞ്ഞു. സിസ്റ്ററിന്റെ മടിയിൽ തലവെച്ച് കുറേ സമയം കിടന്ന് കരഞ്ഞു. കരച്ചിലൊക്കെ കുറേ കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ തേങ്ങൽ മാത്രം ബാക്കിയുള്ളപ്പോൾ അവർ എണീറ്റിരുന്നു. ആൻഡ് എല്ലാവരോടും പറഞ്ഞു, എനിക്കൊന്ന് മേലെ എൻ്റെ റൂമിൽ പോയി ഒന്ന് റെസ്റ്റ് എടുക്കണം, എന്നെ ആരും ട്രബിൾ ചെയ്യരുത് എന്ന് പറഞ്ഞു മേലോട്ട് കയറിപ്പോയി. റൂമിലോട്ട് ചെന്നപ്പോൾ ഡോർ അടിച്ചു. ആൻഡ് വെൻ ഷി വെന്റ് ഇൻസൈഡ്, വലിയൊരു വിൻഡോ ഉണ്ട് റൂമിൽ, വലിയ വിൻഡോ, ബ്രിങ്ങിങ് ഇൻ എ ലോഡ് ഓഫ് ലൈറ്റ് ഇൻ ടു ദ റൂം. ആൻഡ് ഓപ്പോസിറ്റ് ദ വിൻഡോ ഒരു നല്ല ചാരുകസേര, കംഫർട്ടബിൾ ടു സിറ്റ് ഇൻ. സോ ലൂയിസ പോയിട്ട് ആ കസേരയിൽ അങ്ങ് ഇരുന്നു. ആകപ്പാടെ ഫിസിക്കലി ഇമോഷണലി അങ്ങ് ക്ഷീണപ്പെട്ടിരുന്നു. ആൻഡ് ആസ് ഷീ സാറ്റ് ദെയർ റിലാക്സിങ് ഹർ ബോഡി ആൻഡ് ഹർ മൈൻഡ്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സോബ് വരും, തെങ്ങൽ വരുന്നുണ്ടാവും. കുറേ കരഞ്ഞതിൻ്റെ ബാക്കി ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇങ്ങനെ മെല്ലെ ബ്ലാങ്ക് ആയിട്ട് കണ്ണിലൊരു എക്സ്പ്രഷൻ ഒന്നുമില്ല, ഇങ്ങനെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നും കാണുന്നില്ല. ആക്ച്വലി ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് ഇങ്ങനെ മരങ്ങളുടെ ടോപ്പ് പോർഷൻ മാത്രം കാണുന്നുണ്ട്. സ്പ്രിംഗ് സീസൺ, നല്ല ടെൻഡർ ഗ്രീൻ ലീവ്സ് കാണുന്നുണ്ട്. പക്ഷികളുണ്ട് ബ്രാഞ്ചസിലൊക്കെ ഇരുന്ന്, ഇങ്ങനെ നല്ല പ്ലെസന്റ് നോയ്സസ്. ആരോ താഴെ റോഡിൽ എന്തോ വിൽക്കുന്നുണ്ട്, അയാളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. പിന്നെ ദൂരെ ഒരു വീട്ടിൽ നിന്ന് ആരോ പാട്ട് പാടുന്നതിൻ്റെ സൗണ്ട് ഫെയിൻ്റ് ആയിട്ട് കേൾക്കുന്നുണ്ട്. അങ്ങനെ പല പല ഇയേഴ്സിനും നോസിനും ഒക്കെ പല പല സെൻസേഷൻസ് തോന്നുന്നുണ്ട്. Slowly she shifted her eyes to the sky through the window. പ്രത്യേകിച്ചൊന്നും കാണാനില്ല, നല്ല ബ്ലൂ സ്കൈ. അവിടെ ഇവിടെ ഇങ്ങനെ കോട്ടൺ പഫ്സ് മാതിരി ക്ലൗഡ്സ് ഉണ്ട്. ഷീ കെപ്റ്റ് ലുക്കിംഗ് ആൻഡ് ലുക്കിംഗ്.
Actually, she was a very attractive young woman. If you look close at her face, there was a certain strength about her. If you looked at her, she must have been a strong woman. And yet, കുറച്ചൊരു repressed ആയ ഒരു ലുക്കും ഉണ്ട് മുഖത്ത്. And she kept staring. ഇങ്ങനെ നോക്കുമ്പം എന്തോ ഒന്ന് അവരെ അടുത്തോട്ട് വരുന്നുണ്ട് പുറത്തുനിന്ന്. From the sky, something is approaching her. She didn't understand, what is this? She waited. And slowly, as if she had no control, that something is coming forward to possess her. It's coming and coming from outside. And she waited and waited. First, she tried to fight it back, but then she gave in. She's too weak. ആ ഒരു സംഭവം എന്താ പുറത്തുനിന്ന് വരുന്നത്, അതിങ്ങനെ അവരെ അടുത്തോട്ട് വന്ന് 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 പെട്ടെന്ന് അവരെ ലിപ്സിൽ ഒരു വേർഡ് വന്നു, ഫ്രീ. അവർ വിസ്പർ ചെയ്തു, ഫ്രീ ഫ്രീ ഫ്രീ. അത് ഈ വേർഡ് പറയണം എന്ന് വിചാരിച്ചില്ല, പക്ഷെ ആ വേർഡ് അങ്ങ് മൈൻഡിൽ വന്നു പോയി. എന്നിട്ട് അവരിങ്ങനെ ആലോചിച്ചു, ഇന്നലെ വരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ കിടത്തുമ്പോൾ ഡെഫിനറ്റ്ലി വെൻ ഷീ സോ ഹിം സച്ച് എ ലൈവ്ലി മാൻ, നല്ല ഒരുമാതിരി ഗ്രേഷ് ഡെഡ് ബോഡി തറയിൽ കിടക്കുന്ന കാണുമ്പോൾ ഡെഫിനറ്റ്ലി അവർക്ക് ഭയങ്കര സങ്കടം വരും. അവർ ഇനിയും കരയാൻ പോവായിരുന്നു, ഡെഫിനറ്റ്ലി കരയുമെന്ന് അവർക്ക് അറിയായിരുന്നു. പക്ഷെ എന്നിട്ടും ഈ മനുഷ്യനാണെങ്കിൽ ഒരിക്കലും അവരെ സ്നേഹമില്ലാതെ നോക്കിയിട്ടേ ഇല്ല, അത്ര ലവിങ് ഹസ്ബൻഡ് ആയിരുന്നു. If ever he looked at her, it was always with love. Such a loving man. And so she thought, seeing those same loving eyes closed in death, she was going to be devastated. So she was thinking about all this. And then she thought, no more do I have to live for anyone. No one is going to bend my will anymore. See, in the typical way that men and women have this habit of trying to bend each other's will in relationships. Sometimes it is with for negative reasons. Sometimes it is out of love. You try and bend each other's will, try and shape others according to your wishes. She said, no more do I have to bend my will to anybody. ഇന്നലെ വരെ എനിക്ക് വിഷമമായിരുന്നു ആലോചിച്ച്, ദൈവമേ ഇനി എത്ര വർഷം ജീവിച്ചിരിക്കണമെന്ന്. പക്ഷെ ഇന്നിപ്പോൾ എനിക്ക് കുറേ വർഷം ജീവിക്കണം എന്നൊരാഗ്രഹം. ഇനി എത്രയോ ദിവസം, മണിക്കൂറുകൾ, ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ അവരെ കൺമുമ്പ് ഡാൻസ് ചെയ്ത് പോകുന്ന മാതിരി തോന്നി. ഒരാഗ്രഹം ജീവിക്കണമെന്ന് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പം പുറത്ത് ഡോറിൽ ആരോ ടക്ക 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 ടക്കാന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സിസ്റ്റർ, ലൂയിസ, ഡോർ തുറക്കും, വേഗം പുറത്തോട്ട് വന്ന്, എനിക്ക് അസുഖം വരും, ഇങ്ങനെ അകത്ത് വിഷമിച്ചിരിക്കരുത്, ഇത്രയധികം കരയുന്നതും വിഷമിക്കുന്നതും എൻ്റെ ഹാർട്ടിന് നല്ലതല്ല, പുറത്തു വരൂ, വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ലൂയിസ പറഞ്ഞു, വെയിറ്റ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. കുറെ കൂടെ ചാരി കസേരയിൽ ഇരുന്നു, മുഖമൊക്കെ ക്ലിയറായി, കരച്ചിലൊക്കെ നിന്നു, ഒരു സന്തോഷം. മെല്ലെ എണീറ്റു വന്ന് ഡോറ് തുറന്നു. പുറത്ത് നോക്കുമ്പോൾ പാവ സിസ്റ്റർ വിഷമിച്ച് നിൽക്കുന്നു. അവരെ വേസ്റ്റിൽ കൈയൊക്കെ ഇട്ട് രണ്ടുപേരും കൂടെ സ്റ്റെപ്സ് ഇങ്ങനെ മെല്ലെ ഇറങ്ങി വന്നു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട് താഴെ നിൽക്കുന്നുണ്ട്. അയ്യോ, ഇവരെ കണ്ടീഷൻ എന്തായിരിക്കും, എൻ്റെ പുവർ ഫ്രണ്ട്സ് വൈഫ്, ന്യൂലി വിഡോഡ്, എന്തായിരിക്കും കണ്ടീഷൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇങ്ങനെ അവരിറങ്ങി വരുന്നു സിസ്റ്ററിൻ്റെ കൂടെ, ഇയാൾ ഇവിടെ തന്നെ നിൽക്കുന്നു വിഷമിച്ച്. പെട്ടെന്ന് ഡോർ ആരോ തുറക്കുന്നുണ്ട്, കീ ഇട്ട് തുറക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് മിസ്റ്റർ മാലേർഡ് കയറി വരുന്നു. He didn't know anything about the train accident. He was not even there. In fact, കണ്ടിട്ട് നല്ല ക്ഷീണമുണ്ട്, എവിടെയൊക്കെ ട്രാവൽ ചെയ്തിട്ട് മടങ്ങി വരികയായിരുന്നു. അയാൾ കയറി വന്നപ്പോൾ ഫ്രണ്ട് ചാടി അയാളെ മുമ്പോട്ട് കയറി നിന്നു, ഭാര്യ കണ്ട് വിഷമിക്കണ്ടെന്ന് വെച്ചിട്ട്. പക്ഷെ സക്സസ്ഫുൾ ആയില്ല. A few minutes later, the doctors came. They said that Louisa had died of heart failure. Sometimes when you have excess happiness, you die. That's the end of the story. ചേട്ടൻ പറയാമോ? Wow, that's too good. That's a story which took us to the height, and then wow, it's beautiful story. Thank you.
അതെ, എല്ലാവരുടെയും മനസ്സിൽ കൂടെ പോകുന്ന ചില കാര്യങ്ങൾ പച്ചയായി അറിയുന്നു എന്ന് പറഞ്ഞു. Very nice. എനിക്ക് ചെറിയ മടിയായിരുന്നു പറയാനായിട്ട്, കാരണം കുറച്ചൊരു കോൺട്രവേഴ്സ്യൽ കാര്യമാണ് എല്ലാവർക്കും. അതെ, അതുകൊണ്ട് പിന്നെ ഒരു മടിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സ്റ്റോറിയാണ്, കാരണം ആ സ്റ്റോറി ടെല്ലിംഗ് ടെക്നീക്ക് ഇസ് വെരി ഗുഡ്. Beautiful. It's I actually read the beautiful. story. When you started Arnilla, but halfway through, I think I read the story. Mrs. Nalanda. അതെ. And the way you described, no, it was very vivid descriptions. We could visualize it. ആ ഓരോ സീൻ ബൈ സീൻ We നമുക്ക് could see the വിഷ്വലൈസ് ചെയ്യാൻ puffs പറ്റും. of clouds. We could see. പറയൂ, നിങ്ങളെ കോമെന്റ്സ് എന്താ? Beautiful, actually. The way how, yeah, we can listen to everyone now. Over to you all. Lakshmi, you are on mute. Please unmute everybody. Okay, let's listen. ശരിക്കും നമ്മുടെ സോള് ഇസ് വെരി ഹാപ്പി വെൻ വൺസ് ഇറ്റ് ഈസ് ഫ്രീ എന്നാണ് പറയണത്. അപ്പൊ ഞാൻ ആ ഒരു ഇതിലേക്ക് പോയി, ആ ഒരു ഫ്ലോയിലേക്ക്, ലൈക്ക് ഹീസ് ഹാപ്പി ദാറ്റ് ഹീസ് ഫ്രീ. സോ അത് നമ്മുടെ അവരുടെ ഉള്ളിലേക്കും വന്നു. ഷീ ഈസ് ഓൾസോ ഫ്രീ, ഷീ ഓൾസോ ഫീൽ ഷീ ഈസ് ഓൾസോ ഫ്രീ. അപ്പൊ പിന്നെ ഷീ ഡസന്റ് ഹാവ് ടു ബെൻഡ് ടു അതേഴ്സ് വിൽ. അപ്പൊ നൗ ഷീ ഈസ് ഫ്രീ ആൻഡ് ഷീ ഈസ് ഹാപ്പി. എല്ലാരും പുറത്തു നിൽക്കുന്നവരൊക്കെ ഇവര് സങ്കടപ്പെട്ട് ഇങ്ങനെ സഹിക്കാൻ വയ്യാതെ ഇങ്ങനെ കിടക്കാന്ന് വിചാരിക്കും. ബട്ട് ശരിക്കും അവരുടെ ഉള്ളില് അവർ ഷീസ് ഫീലിംഗ് സ്ലോലി ഷീസ് കമ്മിങ് ഔട്ട് ഓഫ് ദാറ്റ് ലോസ്. ഓക്കെ, നൗ ഫ്രം നൗ ഓൺ ഐ ക്യാൻ ലിവ് ഹാപ്പിലി വിത്ത് ഫുൾ ഫ്രീഡം എന്നുള്ള ഒരു ഇതിലേക്ക് വരുന്നത്. വളരെ ദ വേ ഓഫ് ലൈക്ക് യുവർ നറേഷൻ നല്ല ഫ്ലോ ആയിട്ട് ഇങ്ങനെ പോയിട്ടിരിക്കും. സ്വീറ്റ് ഒരു ഫ്ലോ ഓഫ് റിവർ, ഒരു സ്ട്രീം. നന്നായിരുന്നു. കൺഗ്രാസ്റ്റ്. Thank you. All those emotions that are going through her, you conveyed it so well. It went through us also. And the reflections of that in the nature also. You made it very well. Very good narration. ജസ്റ്റ് ടു ഗെറ്റ് യുവർ റിയാക്ഷൻസ് ഞാനൊന്ന് ചോദിക്കാം. കാരണം ഇതില് മിഡിൽ ഓഫ് ദ സ്റ്റോറിയിൽ പറയുന്നുണ്ട്, ഈ മനുഷ്യൻ ഹസ്ബൻഡ് ഒരിക്കൽ കൂടെ സ്നേഹം ഇല്ലാണ്ട് അവരെ നോക്കിയിട്ടില്ല, അത്രയ്ക്ക് സ്നേഹമായിരുന്നു. എന്നിട്ടും ഇതൊക്കെയായിരുന്നു തോട്ട്സ്. അപ്പൊ നിങ്ങൾ ഹൗ ഡു യു റിയാക്ട് ടു ദാറ്റ്? He was very possessive. അല്ല, ഈ സ്നേഹത്തിനോട് റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറയുന്നതും ചിലപ്പോ ഒരു ഭാരമാവാമല്ലോ അല്ലെ? എപ്പോഴും അതിനോട് ഈക്വൽ ആയിട്ട് റെസിപ്രോക്കേറ്റ് ചെയ്യാന്ന് പറയണതും ഒരു ഭാരമാവും. അപ്പൊ ഓക്കെ, ആ ഭാരവും കൂടി ഒഴിഞ്ഞു. ഇപ്പൊ കംപ്ലീറ്റ് ഫ്രീഡം. ഓക്കെ, ഐ ഡോണ്ട് ഹാവ് ടു ബെൻഡ് ടു എനിബഡി, ഐ ഡോണ്ട് ഹാവ് ടു മാച്ച് എനിവൺസ് ലവ് എന്നുള്ളത് കൂടി ഒരു ധ്വനി ഉണ്ടാവാം അതില്, അല്ലേ? ഒരു പോയിന്റിൽ ആക്ച്വലി അല്ല, ഒരു പോയിന്റിൽ പറയുന്നുണ്ട്, ഷീ ലവ്ഡ് ഹിം സംടൈംസ്. നമ്മുടെ ഈ മാരീഡ് ലൈഫ് നമ്മള് മറ്റേ കൂടി സ്നേഹിക്കുന്നുണ്ടാവും. പക്ഷെ ഈ ഇവർക്കും അത് ആ ഒരു എന്താ പറയാ, ഒരു അവരിങ്ങനെ ആക്ട് ചെയ്യാണ്. ലൈക്ക് മേ ബി all the every I mean throughout he may not have felt like that. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ചെയ്യുമ്പോ okay, I have to stand up to his expectations. അതിന് എപ്പോഴും എനിക്ക് ഞാൻ എന്റെ ഐഡന്റിറ്റിന്ന് മാറുകയാണ്. ആ ആളുടെ അതിന് ഒന്നും എനിക്ക് ആക്ട് ചെയ്യണമല്ലോ. നൗ ഐ ഡോണ്ട് ഹാവ് ടു ആക്ട് എനി മോർ എന്നുള്ള ആ ഒരു സ്റ്റേജിലേക്ക് അവര് എത്തുകയാണ്. ആക്ട് എന്നുള്ളതിനേക്കാളും ഞാൻ പറയുകയാണെങ്കിൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മുടെ ഈ എല്ലാ കഥാപാത്രത്തിലും ഉണ്ട് അല്ലെ? അതിപ്പോ സ്നേഹിക്കുമ്പോഴും സ്നേഹിക്കപ്പെടുമ്പോഴും നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും അതല്ല ജീവിതത്തിലെ ഏതൊരു ഭാഗമാണെങ്കിലും കുറെയൊക്കെ നമ്മൾ അഡ്ജസ്റ്റഡ് ആവുകയാണ്. ചില സിറ്റുവേഷനിൽ നമുക്ക് നമ്മളിലേക്ക് തന്നെ ഒന്ന് ഉൾവലിയണം എന്നുള്ള സിറ്റുവേഷനിൽ പോലും ചിലപ്പോൾ നമുക്ക് ആ ഒരു ഫ്രീഡം കിട്ടിയെന്ന് വരില്ല. ഈ ഒരു കഥാപാത്രത്തില് ശരിക്കും നമ്മൾ കാണുന്ന ആ ഒരു അപ്സ് ആൻഡ് ഡൗൺസ്, ലൈക്ക് ഒരിടത്ത് അവളുടെ ആ ഹസ്ബൻഡ് മരിച്ചു എന്ന് അറിഞ്ഞതിന് ശേഷമുള്ള മിസ്സസ് വലഡ്, അത് കഴിഞ്ഞ് യഥാർത്ഥത്തിൽ ഹസ്ബൻഡ് ജീവനോടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോഴും അവരുടെ ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു വികാരത്തിന്റെ എന്താ പറയുക, എത്രത്തോളം വികാരത്തിന്റെ ഒരു ആ ഉള്ളിലേക്ക് എത്ര അവര് ആ പ്രഷർ എടുത്തു എന്നുള്ളത് വളരെ മനോഹരമായിട്ട് ആ ഓരോ ആ സ്ത്രീ എന്തൊക്കെ അനുഭവിച്ചു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് സുജയുടെ ആ ഒരു നറേഷനിലൂടെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. And it was a beautiful narration, beautifully presented story. It was very impactful for all of us. So, thank you. Ms. Lata, would you like to speak? Yeah, it was very good.
Super story. But in reality, all should go alone only, no? Reality, All are in a queue. മറ്റൊന്നായിരിക്കാം. Anytime our queue may be disturbed. Yes. വെൻ വി ആർ ലിവിംഗ് ഇൻ എ സൊസൈറ്റി നമ്മൾ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓക്കെ അത് വേണമായിരുന്നു, പക്ഷെ ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ഡു. വി ഹാവ് ടു ബി ഇൻ എ സൊസൈറ്റി. നമ്മൾ വി ആർ നോട്ട് റോബിൻസൺ ക്രൂസോ. നമ്മൾ അവിടെ പോയി സോഷ്യലൈസ് ചെയ്യുമ്പോൾ അവരുടെ അനുസരിച്ച് നമ്മളൊക്കെ വി മേ ഹാവ് ടു കീപ് അപ്പ് ദാറ്റ് സോഷ്യൽ ക്വാളിറ്റീസ്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യാണ്, എപ്പോഴും നമ്മളിങ്ങനെ ചെയ്യാ. അപ്പൊ നമ്മൾ എപ്പോഴാണ് ഫ്രീ ആവുന്നത്? അത് അവരുടെ മനസ്സിലേക്ക് അങ്ങനെ വന്നു. On a lighter vein, there was a recent news item, where a lady asked for a divorce because the husband was very good, too good. So she said, "I want to divorce." ആ ചെയ്യാൻ പറ്റുന്നില്ല. എന്ത് പറഞ്ഞാലും കേൾക്കും. She wanted to divorce. Because there the news item ഉണ്ടായിരുന്നു. Okay. അല്ല, ഡോക്ടറിന്റെ ഡയഗ്നോസിസ് ഷി ഡൈഡ് ഓഫ് ഹാപ്പിനെസ്. That's wonderful. Anyway, ഇന്നത്തെ ഓരോ സ്റ്റോറിയും ഇറ്റ് വാസ് ലൈക്ക് ഒരു വളരെ രസകരമായിട്ടുള്ള സ്റ്റോറീസും എല്ലാത്തിനും ഒരു തോട്ട് പ്രോസസ്സ് നമ്മുടെ ഉള്ളിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ ആൻഡ് താങ്ക് യു സോ മച്ച്. ഓരോരുത്തരും ഇന്നത്തെ സ്റ്റോറി പ്രസന്റ് ചെയ്ത ഓരോരുത്തരുടെയും സ്റ്റോറി ഒന്നിനൊന്നിനും മികച്ചതായിരുന്നു എന്ന് മാത്രമല്ല, നല്ലൊരു ഇമ്പാക്ട് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്കഷനാണ് ഞാൻ കൂടുതൽ എൻജോയ് ചെയ്തതെന്ന് പറയാം. Yes. ആ ഡിസ്കഷൻ ഫോറത്തില് കുറെ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കാത്തതും നമ്മൾ കാണാത്തതുമായിട്ടുള്ള പല കാര്യങ്ങള് ഈ ഒരു ഡിസ്കഷൻ ഫോറത്തിലേക്ക് വന്നു. അതിൽ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റും ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് ഗ്രൂപ്പിംഗ്. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള നല്ല കഥാവിസ്മയങ്ങൾ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടാവട്ടെ എന്ന ആശംസയോട് കൂടി ഇന്നത്തെ സെഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ.